ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് വേണ്ടി ബ്ലൂ വാട്ടർ അക്വേറിയം. ഞാൻ നിങ്ങളെ ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദിത്യൻ എന്നൊരു വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനൊരു അനുജനും ഒരു ചേച്ചിയും മാതാപിതാക്കളുമുണ്ട്. തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അലിഗേറ്റർ ഗറിനെ വീട്ടിൽ വളർത്തണമെന്നുള്ളത്. തൻ്റെ ആഗ്രഹം തൻ്റെ മാതാവിനോട് പറഞ്ഞപ്പോൾ വില അല്പം കൂടുതലാണെങ്കിലും അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അലിഗേറ്ററിനെ പരിപാലിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ആഗ്രഹങ്ങൾക്ക് പരിമിതിയില്ലല്ലോ. അവർ അതിനെ 500 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കിൽ വളർത്താൻ തുടങ്ങി. അവർ അതിനെ മേടിക്കുമ്പോൾ വെറും 4-5 ഇഞ്ച് മാത്രമായിരുന്നു വലിപ്പമുണ്ടായിരുന്നത്. എന്നാൽ ഇന്നവൻ ഏകദേശം 2 അടി വലിപ്പം ആയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ആക്റ്റീവുമാണ്. അലിഗേറ്ററിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എന്നാൽ അവർ ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് നോക്കാം. 500 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ടാങ്കിനകത്ത് ഒത്തിരി ചെറിയ മത്സ്യങ്ങൾ ഓടി നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അലിഗേറ്ററിനുള്ള ഭക്ഷണമാണ് എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഏത് മീനുകൾക്കും ലൈവ് ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. കഴിയുമെങ്കിൽ മാംസാഹാരിയായിട്ടുള്ള മത്സ്യങ്ങൾക്ക് ലൈവ് ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുഴകളോ തോടുകളോ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ലൈവ് ഫുഡുകൾ കളക്ട് ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കുക. ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലൈവ് ഫുഡുകൾ നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അലിഗേറ്ററിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവനും അവൻ്റെ സഹോദരനും വളരെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായി. കാരണം 500 ലിറ്ററുള്ള ഒരു ടാങ്ക് അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്തു. അതിൽ ആവശ്യത്തിന് വെള്ളം നിറച്ചിരിക്കുന്നു. വെള്ളം മാസത്തിലൊരിക്കൽ അവർ ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈവ് ഫുഡ് എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ചൂടുകാലത്ത് പാലിൻ്റെ ശല്യമുണ്ടാകുമ്പോൾ ഇടയ്ക്കിടെ വെള്ളം മാറ്റി അവർ താപനില കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അവരെന്നോട് സംസാരിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ദൂരെ നിന്ന് പാത്രം കഴുകുന്നതാണ് ആദിത്യൻ്റെ അമ്മ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ പരിപാടികളൊക്കെ മാറി നിന്ന് വീക്ഷിക്കുന്നതാണ് അവൻ്റെ സഹോദരി. രാവിലെ തന്നെ ചൂണ്ടയുമായി കുട്ടിപ്പട്ടാളം തോട്ടിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അലിഗേറ്ററിനുള്ള മീൻ പിടിക്കാൻ പോവുകയാണെന്നാണ്. കാരണം എന്തു തന്നെയാണെങ്കിലും അവരുടെ 2 ഉദ്ദേശമാണ്: മീൻ പിടിക്കുക, കുറേ നേരം വെള്ളത്തിൽ ചാടുക. ആദിത്യൻ അവൻ്റെ അമ്മയുടെ അനുവാദവും മേടിച്ച് ഞങ്ങളെയും കൂട്ടി തോട്ടിലേക്ക് യാത്രയായി. തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന തോടാണ് ലക്ഷ്യം. കോട്ടയമായതുകൊണ്ട് തോടുകൾക്ക് അല്പം പോലും ക്ഷാമമില്ല. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തോടുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നാൽ കുത്തൊഴുക്കൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. മീൻ പിടിക്കാൻ ആവശ്യമായ മണ്ണിരകളെ അവന്മാർ നിമിഷ നേരം കൊണ്ട് തപ്പിയെടുത്തുകൊണ്ടുവന്നു. ഒത്തിരി നേരത്തെ അധ്വാനമൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് ചൂണ്ടയിൽ ആദ്യത്തെ മീൻ കുടുങ്ങി. പള്ളത്തി. കാണാൻ നല്ല മനോഹരമായ മീൻ. പക്ഷേ അവൾ ഇന്ന് അലിഗേറ്ററിന് തീറ്റയാകും. ഞാൻ ഈ മീനിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്തുകൊണ്ടാണ് അക്വേറിയത്തിൽ ഇതിനെ വളർത്താത്തതെന്ന്. അത്ര മനോഹരമായ ഭംഗിയുള്ള മീൻ. മീനിന് മാത്രമല്ല കേട്ടോ ഭംഗി. ഈ തോട്ടരികിൽ നിന്ന് മീൻ പിടിക്കുമ്പോൾ ആ പ്രകൃതി കാണാൻ തന്നെ നല്ല മനോഹരമാണ്. ഇന്നലെ ഇവന്മാർ വലിയൊരു ആരകനെ പിടിച്ചു. സ്കൂൾ ഇല്ലെങ്കിൽ മഴക്കാലത്ത് ഇവന്മാർ ഈ തോട്ടിൽ കാണാം. ഒന്നെങ്കിൽ മീൻപിടുത്തം, അല്ലെങ്കിൽ ഈ തോട്ടിൽ വന്ന് ചാട്ടം. കൂടി ഒഴുകി വന്ന് പഴുത്ത കുടംപുളി ഒന്ന് രുചിച്ചു നോക്കിയ നല്ല രസം. എൻ്റെ മോൾ ലിഡിയയാണ് തോട്ടിലിറങ്ങി നിൽക്കുന്നത്. മീൻ പിടിച്ചിട്ട് വേണം അവൾക്കൊന്ന് വെള്ളത്തിൽ ചാടാൻ. കഴിഞ്ഞ 2 ദിവസം ഈ പിള്ളേരുമൊത്താണ് അവളുടെ സമയം പോക്ക്. ഡൽഹി എന്ന മഹാനഗരത്തിലെ വീർപ്പ് മുട്ടിക്കുന്ന പട്ടണ ജീവിതത്തിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കുന്നതാണ് ഈ പുഴയും പുഴവക്കും ഈ മരങ്ങളും പ്രകൃതി ഭംഗിയും. കുഞ്ഞുങ്ങളെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന സമയം വെള്ളത്തിൽ ചാടുക, അത്രമാത്രം. കാരണം ഇതവർക്ക് സ്വർഗം പോലെയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ മോള് വിളിച്ചു പറഞ്ഞ അടുത്ത മീനും ലഭിച്ചു എന്ന്. ഒരു സമയം ഒന്നും കളയാതെ തന്നെ അടുത്ത മീനും ഞങ്ങൾക്ക് ലഭിച്ചു. ഇന്ന് ആദിത്യന് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വീഡിയോ പിടിക്കുന്നതുകൊണ്ടായിരിക്കും അവന് ഇഷ്ടം പോലെ ഹെൽപ്പേഴ്സ് ഉണ്ട്. ഒരാൾ ഇര കോർത്ത് കൊടുക്കുന്നു, മറ്റൊരാൾ മീനിനെ ചൂണ്ടയിൽ നിന്ന് വിടുവിക്കുന്നു, അത് മറ്റൊരാൾ ആ മീനിനെ എടുത്ത് ഒരു ബക്കറ്റിൽ ശേഖരിക്കുന്നു. അങ്ങനെ പല കലാപരിപാടികൾ. പിള്ളേരെന്തായാലും പൊളിയാണ്. എന്തായാലും കിട്ടിയ മീനുമായി ഞങ്ങൾ അലിഗേറ്ററിനെ ലക്ഷ്യമാക്കി തിരിച്ചു നടന്നു. വിശന്ന് കിടക്കുന്ന അലിഗേറ്ററിന് മുമ്പിലേക്ക് ഒരു ജീവനുള്ള മീൻ വന്ന് വീണു കഴിഞ്ഞാൽ ഉള്ള സീൻ എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാമോ? ഒറ്റ വെട്ടിനവൻ അത് അകത്താക്കി. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞതുപോലെ അലിഗേറ്ററിന് അതൊന്നും പോരായിരുന്നു. അവന് അടുത്ത് ഇരയ്ക്കായി ഇതിലെയും പാഞ്ഞു നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ പട്ടിണിയൊന്നുമല്ല കേട്ടോ. അവൻ ആവശ്യമായ ഭക്ഷണങ്ങൾ അവർ സമയാസമയത്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് ആദിത്യനോട് പറഞ്ഞത്. രണ്ടാമത്തെ ജീവനുള്ള മീനിനെയും ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണം പിടിച്ച് അതിൻ്റെ പുറകെ അതിനെ തപ്പി നടന്ന്
അതിനെ വെട്ടി വിഴുങ്ങുന്ന കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോഴാണ് ഞാനൊരു ഇൻസിഡൻറ്റ് ഓർക്കുന്നത്. അലിഗേറ്റർ വളരെ അഗ്രസീവായ ഒരു ഫിഷാണ്. ഇവിടെ ഡൽഹിയിൽ അശ്രദ്ധമായി ഫിഷ് ടാങ്കിൽ കൈയിട്ട ഒരു കുഞ്ഞിൻ്റെ വിരൽ തന്നെ അവൻ കടിച്ചെടുത്തു. പരിചയമുള്ളവർ മാത്രം അലിഗേറ്ററിനെ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് വലിയ ആപത്തിന് കാരണമായി തീരുന്നു. ഇനി അലിഗേറ്ററിനെ കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് നോക്കാം. അലിഗേറ്റർ അഥവാ ചീങ്കണ്ണി ആദ്യകാല ക്രിട്ടീഷ്യൻ ജീവികളുടെ ഫോസിൽ തെളിവുകൾ ഇവ 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നതായി കണ്ടെത്തുകയുണ്ടായി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യവും ഗാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനവുമാണിത്. ഗറുകൾ പലപ്പോഴും പ്രാഥമിക മത്സ്യങ്ങൾ അഥവാ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇവയ്ക്ക് ഏകദേശം 10 അടി നീളവും 140 കിലോ വരെ തൂക്കവും വെക്കും എന്നാണ് വിവിധ ശാസ്ത്രീയ റിപ്പോർട്ടുകളിൽ ഉള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആദിത്യൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത അമ്മയ്ക്കായിരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.